RC തിരുവനന്തപുരത്ത് ശ്രീത്ത് അങ്ങേയറ്റം തകർന്നു തരിപ്പണമായ നിലയിൽ നിന്നും UDF മുന്നോട്ടേക്ക് വന്നേ മതിയാവും. കാര്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിന് നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, നേരത്തെ പ്രചരണം. LDF ഇപ്പോഴുള്ള മൃഗീയാധിപത്യം, അപ്രമാദിത്വം അത് നിലനിർത്തേണ്ടത് LDF അനിവാര്യമാണ്. BJPക്കും ജയത്തിൽ കുറഞ്ഞൊന്നും ആഗ്രഹിക്കാൻ കഴിയില്ല. തിരുവനന്തപുരം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരീക്ഷണശാല കൂടിയാകുമ്പോൾ അവിടെയും ആവേശത്തിന് തരുമ്പുമേ കുറവില്ല. എന്താണ് കൊട്ടിക്കലാശ ദിവസത്തെ കാഴ്ച, ശ്രീജിത്ത്? ഹാഷ്മി, ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗമായ വെട്ടുകാട് വാർഡിലാണ്. ഇവിടെ തീരദേശ പ്രദേശമായതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ആവേശമുണ്ട്. 3 മുന്നണികളും തിരുവനന്തപുരം നഗരസഭ പിടിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. 101 വാർഡുകളുള്ള തിരുവനന്തപുരം നഗരസഭ 1995 മുതൽ LDF ഭരണത്തിലാണ്. LDF ഭരണം അട്ടിമറിച്ചുകൊണ്ട് BJP സംസ്ഥാന തലസ്ഥാനം പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് തിരുവനന്തപുരത്ത് BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ. എന്നാൽ LDF ആകട്ടെ തങ്ങളുടെ ചരിത്ര വിജയം വീണ്ടും ആവർത്തിക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ്. UDF KS ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ പോരാട്ടം നടത്തുന്നു. K മുരളീധരനാണ് ഇവിടെ UDF പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. മുൻപൊന്നുമില്ലാത്ത വിധത്തിൽ ആവേശകരമായ ഒരു പ്രചാരണ പരിപാടിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ UDF സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുന്നണികൾ ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്ന ശക്തമായ ഏറ്റുമുട്ടൽ നടത്തുന്ന പ്രദേശമാണ് തിരുവനന്തപുരം നഗരസഭ. ഇവിടെ ആർക്കായിരിക്കും ജയമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. കാരണം 3 മുന്നണികളും ഒരുപോലെ ശക്തമായ മത്സരം നടത്തുന്നു. ഇവിടെ 51 സീറ്റിന് അപ്പുറം വേണം കേവല ഭൂരിപക്ഷത്തിന്. അതുകൊണ്ട് 51 സംഖ്യയിലേക്ക്, ആ മാജിക്കൽ ഫിഗറിലേക്ക് എത്തും എന്ന കാര്യമാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ആവേശം പ്രകടമാണ്. ജില്ലയിലേക്ക് മൊത്തം കടന്നാൽ 71 പഞ്ചായത്തുകളാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. ഈ പഞ്ചായത്തുകൾ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ 50ലേറെ പഞ്ചായത്തുകൾ LDFനൊപ്പമാണ്. 17 പഞ്ചായത്തുകളാണ് UDF ഭരിക്കുന്നത്. 2 പഞ്ചായത്തുകളിലാണ് ഈ BJPക്ക് മേൽക്കൈ. എന്നാൽ ആ ചില പഞ്ചായത്തുകളൊക്കെ തന്നെ ഭരണമാറ്റവും മറ്റും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനാണ് LDF ജില്ലയിലാകെ പരിശ്രമിക്കുന്നത്. ഏറ്റവും അവർക്ക് അനുകൂലമായ ഘടകം ഈ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സഹിതം ഇപ്പോൾ വിതരണം ചെയ്തതാണ്. എന്നാൽ ശബരിമല അടക്കമുള്ള വൈകാരികമായ പ്രശ്നങ്ങളിൽ ഊന്നിയാണ് UDF പ്രചരണം. BJPയും ഒരു മാറ്റത്തിന് വേണ്ടി തങ്ങൾ വോട്ട് നൽകൂ എന്ന മുദ്രാവാക്യം ഉയർത്തി ശക്തമായി ഗ്രാമീണ മേഖലയിലും പ്രവർത്തിക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. അവിടുത്തെ വിവരങ്ങൾ പറയാനും ശ്രീജിത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.